ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളെ ഗോവയിലെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ മിനിയാന്നാണ് ഗോവയിലേക്ക് വന്നത്. അപ്പോൾ ഇന്നലെയും നമ്മൾ ഗോവയിലെ റൂം എടുത്തത്, ഇന്നും ഗോവയിൽ തന്നെയാണ് കേട്ടോ റൂം എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ വന്ന സമയത്ത് ഈ പൂൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിന്. ഒരു 5 മണി 6 മണി വരെയൊക്കെയാണ് ഇതിൻ്റെ ടൈം. പിന്നെ നമ്മൾ വിചാരിച്ചിരുന്ന രാവിലെ നമുക്ക് പൂളിൽ ഇറങ്ങാതെ, പിന്നെ നമ്മൾ വേഗം റെഡി ആവുകയാണ് കേട്ടോ ചെയ്തത്. പൂളിലേക്ക് ഇറങ്ങാനും നിന്നിട്ടില്ല. പിന്നെ നമ്മൾ കയറൂല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പിന്നെ അതിൽ ഇറങ്ങാനൊന്നും പോയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അടുത്ത് തന്നെയുള്ളൊരു ബീച്ചാണ് ബാഗ ബീച്ച്. ഗോവയിൽ പ്രധാനമായിട്ടും ബീച്ചുകളാണല്ലോ ഉള്ളത്. അപ്പം നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു ബീച്ചിന്, ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് പോയത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു, എന്നിട്ട് നമ്മൾ നേരെ നടന്നു കേട്ടോ. അപ്പം അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല, കാരണം നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയോണ്ട് ആളുകൾ വരുന്ന ഒരു ടൈം ആയിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ സായിപ്പ് മദാമയൊക്കെ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ സൺബാത്ത് ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് ബീച്ചാണ് കേട്ടോ. പിന്നെ അത് അവിടെ കുറേ കിടക്കാനൊക്കെ സൗകര്യം ചെയ്ത് വെക്കണം, പക്ഷെ അതിലൊന്നും ആൾ എത്തിയിട്ടില്ല, കാരണം രാവിലെ തന്നെ ആയതുകൊണ്ടാണ്. പിന്നെ അതുപോലെ ഇവിടുത്തെ മെയിൻ നൈറ്റ് പാർട്ടിയാണ് കേട്ടോ. ഇവിടെ ഡാൻസും പിന്നെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇന്നലെ രാത്രി ഇവിടേക്ക് വരായിരുന്നു, നമ്മളിതിൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ നൈറ്റാണ് കേട്ടോ നല്ലൊരു വൈബ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നല്ല വന്നിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ അതാ കുറച്ച് നേരം മോളെയൊക്കെ വെള്ളത്തിലൊക്കെ ഇറക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ കളിച്ച് നിന്നു കേട്ടോ. അവളെ കുറച്ച് നേരം വെള്ളത്തിലിറക്കി കളിപ്പിച്ചൊക്കെ നിന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാതെയാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായത്. നമ്മൾ റൂമിൽ നിന്ന് സ്നാക്സും ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ ഇതിവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ആദ്യം ഇവിടേക്ക് പോകാൻ, എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം അവളെ കളിപ്പിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ അത്യാവശ്യം ഒരു നോർമലായിട്ടുള്ളൊരു ഷോപ്പുകളുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതാ നമ്മളിങ്ങനെ യാത്ര തിരിച്ചു കേട്ടോ. നമ്മൾ 2 ദിവസം അത്യാവശ്യം ഗോവയിലുള്ളതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യമുള്ള പിന്നെ ബീച്ചുകൾ ഏകദേശം എല്ലാതും ഒരുപോലെയാണ്. അപ്പം മെയിനായിട്ടുള്ള ബീച്ചുകളൊക്കെയാണ് നമ്മൾ കണ്ടത് കേട്ടോ. പിന്നെ അതാ നമ്മൾ വരുന്ന സമയത്ത് ഒരു ബീച്ച് കണ്ടിട്ടുണ്ട്. അതിന് അത്യാവശ്യം അവിടെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ സമയത്ത് നമ്മൾ വിചാരിച്ച് നമുക്ക് ഇനിയും ഒരുപാട് ദൂരം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് വെറുതെ ഇവിടെ ഇറങ്ങിയിട്ട് സമയം ചിലവഴിക്കേണ്ട വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല ഇനി. അപ്പോൾ വരുന്ന സമയത്ത് നമ്മളവിടെ ഇറങ്ങി. പിന്നെ അവിടെ ഉള്ള ഒരു ചെറിയൊരു കട ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ കുറച്ച് വെള്ളവും ഉപ്പിലിട്ടുമൊക്കെ വാങ്ങി കഴിച്ച്. അപ്പോൾ അവിടെ കണ്ടതാണ് കേട്ടോ മടുക്ക സോഡ പറഞ്ഞിട്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ അത് കുടിക്കണത്, മടുക്ക സോഡ എന്നുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. ഒരു ലെമൺ എടുത്തിട്ട് പിഴിഞ്ഞൊഴിക്കുക. പിന്നെ അതുപോലെ കുറച്ച് മസാലകളൊക്കെ ഉണ്ട് കേട്ടോ, ചാറ്റ് മസാല, അങ്ങനെ കുറച്ച് ഐറ്റംസ് മസാലകളും പിന്നെ നമ്മളെ കസ്കസ് അങ്ങനത്തെ ആ ഒരു ഐറ്റംസൊക്കെ ഇട്ടിട്ട് സോഡ ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്ന. സംഭവം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അതായത് കുടിക്കുന്ന സമയത്തൊരു നമ്മൾ ഈ ദാഹിക്കുന്ന സമയത്ത് നമുക്കൊരു ലൈമൊക്കെ കുടിക്കുമ്പോഴുള്ള പോലെ ഒരു നല്ലൊരു സുഖമുണ്ട് കേട്ടോ കുടിക്കാൻ. അപ്പോൾ നമ്മൾ അത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീണ്ടും യാത്ര തിരിച്ചു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ യാത്ര തിരിച്ചിട്ട് പിന്നെ അടുത്തൊരു ബീച്ചിലേക്കാണ് നമ്മൾ പോയത്. മാൽപ്പേ ബീച്ചിലേക്കാണ് കേട്ടോ പോയിണ്ടായത്. നമ്മൾ പോണ വഴിയിൽ ഉടുപ്പിയിലൊന്ന് കയറണം എന്ന് വിചാരിച്ചിട്ടുണ്ടേന്. അപ്പം നമ്മളിനി അത് നാളെയാണ് കേട്ടോ. അവിടുത്തെ ബോട്ടിങ്ങും കാര്യമൊക്കെ ഉണ്ടത്, നല്ലൊരു സ്ഥലമാണ്. അപ്പം നമ്മളത് നാളെ പോകും. അപ്പം അതിൻ്റെ മാൽപ്പേ ബീച്ചിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ നമ്മൾ പറഞ്ഞ ഉടുപ്പിയിലെ സെൻറ്റ് മാരി അയർലൻഡ് എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ഏതായാലും മാൽപ്പേ ബീച്ചിലേക്കാണ് പോയിണ്ടായത്. മറ്റേത് നമുക്ക് നാളെ ബോട്ടിങ്ങും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നാളെയാണ് നമ്മൾ പോകുക. അന്ന് ഇവിടെ റൂം എടുത്ത് നിന്നിട്ട് നാളെയാണ് നമ്മൾ പോകാൻ വിചാരിച്ചത്. മാൽപ്പേ ബീച്ച് അത്യാവശ്യം നല്ല ഫേമസ് ആണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. അവിടെ സ്കൂളിലത്തെ കുട്ടികളും എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ രാത്രിയും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ട്. പാർക്കിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഭയങ്കര ആളുകളുണ്ട് കേട്ടോ. പിന്നെ എന്താ കുറേ ഷോപ്പുകളും കാര്യമൊക്കെ ഉണ്ട്. ഞാൻ അവിടുന്ന് ഒരു ഇയറിങ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതാ കുറേ ഫുഡ് ഐറ്റംസും വെറൈറ്റി ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മളവിടെ റെസ്റ്റ് ചെയ്തിട്ടോ. അതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് പോകുന്നുണ്ടായത്. ഇവിടെ ഇരുന്നിട്ട് കുറേ ഫുഡ് ഐറ്റംസും സോഡ പിന്നെ സ്പ്രിംഗ് പൊട്ടാറ്റോ അങ്ങനെ ഓരോന്ന് ചെയ്തിട്ടോ. പിന്നെ ഓളവിടെ അങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ മണലൊക്കെ ആയതുകൊണ്ട് അവൾക്കും ഇഷ്ടപ്പെട്ട്. അങ്ങനെ കുറച്ച് ടൈമൊക്കെ നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ പിന്നെ എന്ത് ചെയ്യും, അവിടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ടും തിരക്കുണ്ട്. നമ്മളതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ റൂം നോക്കി. അപ്പം നമ്മൾ ഓൺലൈൻ വഴി ഒരു റൂം ബുക്ക് ചെയ്തു. പിന്നെ നമ്മൾ വിചാരിച്ചിരുന്ന ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ നമ്മളിവിടെ ഉള്ളൊരു സ്ക്വയർ മാൾ എന്നുള്ളൊരു മാളിൽ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങിയ സ്ഥിതിക്ക് അവിടെ നിന്ന് എന്ത് ചെയ്ത് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മോക്ക് പറ്റിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ
നോക്കിയിട്ടുണ്ട്. R&B അതുപോലെ മാക്സിൻ്റെ ഒക്കെ ഡ്രസ്സുകൾ നമ്മൾ കുറച്ച് നോക്കി. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ജീനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. കുറച്ച് സമയം നമ്മളവിടെ ഇങ്ങനെ ചിലവഴിച്ചു. അതുപോലെ തന്നെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടായി കേട്ടോ. സ്ക്വയർ മാൾ എന്നാട്ടോ ഇതിൻ്റെ പേര്. അപ്പം നമ്മൾ റൂം എടുത്തത് ഈ ഒരു മാളിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവല്ലോ, എന്നാൽ പിന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് KFC ഒക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ റൂമിലേക്ക് പോയത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളിത് പാർട്ട് 3 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളിത് എല്ലാ ദിവസത്തും കൂടി 4 ദിവസത്തും കൂടി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ലോങ് വീഡിയോ ആവുമെന്ന് കരുതിയിട്ടാണ് നമ്മളിത് പാർട്ട് 1, 2, 3, 4 എന്ന് വെച്ചിട്ട് ഇടുന്നത്. അതായത് ഓരോ ദിവസത്തേതും നമ്മൾ ഡേ 1 പാർട്ട് 1 അങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ ഇട്ടത്. ഇത് പാർട്ട് 3, അതായത് ഡേ 3 ആണ്. നമ്മൾ 1, 2 നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇതിൻ്റെ ലിങ്ക്. അപ്പം നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ ട്രാവൽ വ്ളോഗ്സും ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ 4 ഡേ ആണ് കേട്ടോ നമ്മൾ ഈ ഗോവയിലുള്ളത്. അപ്പം പാർട്ട് 4 നമ്മൾ അതുപോലെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളുടെ ഈ ഫുഡ് വാങ്ങിയ സമയത്ത് മോൾക്ക് നമ്മൾ റൈസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ റൂമിൽ പോയി നേരെ കിടക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.